മലയാള സിനിമയുടെ ആദ്യ ആക്ഷൻ ഇതിഹാസം ജയന്റെ ജീവിതകഥ. കൃഷ്ണൻ നായർ എന്ന ജയൻ, ജനനം 25 ജൂലൈ 1939, മരണം 16 നവംബർ 1980. മലയാള സിനിമയുടെ ആദ്യ ആക്ഷൻ നായകനും സാംസ്കാരിക പ്രതീകവും മുൻ ഇന്ത്യൻ നേവി ഓഫീസറുമായിരുന്നു ജയൻ. 1939 ജൂലൈ 25-ന് കൊല്ലം ജില്ലയിലെ തേവള്ളിയിൽ കൃഷ്ണൻ നായർ എന്ന പേരിൽ ജയൻ ജനിച്ചു. പിതാവ് മാധവൻ പിള്ള. 1974-ൽ ശാപമോക്ഷമെന്ന ജെ.സി. ചിത്രത്തിലൂടെയാണ് ജയൻ ചലച്ചിത്രലോകത്ത് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ചെറിയ വേഷങ്ങൾ ജയന് ലഭിച്ചു തുടങ്ങി. ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു. ചലച്ചിത്ര നടൻ ജോസ് പ്രകാശാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തുന്നത്. ജയന്റെ അമ്മാവന്റെ മകളാണ് ചലച്ചിത്ര നടി ജയഭാരതി. പിന്നെ അവസരങ്ങൾ ജയനെ തേടിയെത്തി. അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയനു കഴിഞ്ഞു. മിന്നിമറയുന്നത് ഒരു സീനിലാണെങ്കിൽ പോലും ജയന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഭാവാഭിനയത്തിൽ മികവു പുലർത്തിയതോടൊപ്പം ശരീരത്തിന്റെ കരുത്തും മെയ്വഴക്കവും അഭിനയത്തിൽ സംക്രമിപ്പിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് പ്രേക്ഷകർ ആവേശപൂർവ്വം നെഞ്ചിലേറ്റി. ജയൻ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മലയാളി മന്ദിരം സ്കൂൾ തേവള്ളിയിൽ പൂർത്തിയാക്കി. പിന്നീട് ഒരു ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പഠിച്ചു. ബാല്യകാലം മുതൽ കലകളിലും ഫിസിക്കൽ ഫിറ്റ്നസിലും മിടുമിടുക്കനായിരുന്നു ജയൻ. ബാല്യകാലത്ത് NCC പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ജയൻ നേരിട്ട് ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നു. 15 വർഷത്തെ സേവനത്തിനിടയിൽ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ അദ്ദേഹം എത്തിയിരുന്നു. നേവി ജീവിതം അദ്ദേഹത്തിന് ചാരിത്രികവും മാനസികവുമായ ശാക്തീകരണമായി. 100-ലധികം സിനിമകളിൽ അഭിനയിച്ചു. വലിയ ഭാഗം സിനിമകളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. സംഭാഷണത്തിൽ വളരെയധികം സ്വാഭാവികതയുണ്ടായിരുന്ന ജയന്റെ ശബ്ദം അതുവരെ മലയാള സിനിമയിലെ നായകന്മാർക്കില്ലാതിരുന്ന തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു. ജയന്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ ജയനുവേണ്ടി അതുവരെയുണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെപ്പോലും തിരുത്തിയെഴുതി. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ, ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ, കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ, വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴൽ പോലെ സഞ്ചരിച്ചിരുന്ന മരണം ഒടുവിൽ ജയനെ കീഴ്പ്പെടുത്തി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്ന് കരുതുന്ന മരണത്തെ ആരാധക ഹൃദയങ്ങളിലെ കെടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഭാഷണം, സ്വാഭാവികവും ഗാംഭീര്യവുമായ ശബ്ദം, ശാരീരിക പ്രകടനം, സ്റ്റണ്ട് ഡ്യൂപ്പുകളില്ലാതെ ജയൻ തന്നെ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചു. സാഹസികതയും പൗരുഷവും ചേർത്ത് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കി. പ്രധാന ചിത്രങ്ങൾ: ശാപമോക്ഷം 1974, അങ്ങാടി 1980. ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ 116 സിനിമകൾ. 1980 നവംബർ 16-ന് കോളിളക്കം ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് ഹെലികോപ്റ്ററിലെ സ്റ്റണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു. ജീവിതാഭിനയത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അപകടം തിരശ്ശീല വീഴ്ത്തിയെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയനു മാത്രം സാധ്യമായ അപൂർവതയാണ്. ജയന്റെ മരണം മലയാള സിനിമയിലും ആരാധക മനസ്സുകളിലും വലിയ സങ്കടം സൃഷ്ടിച്ചു. മരണശേഷം അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഒട്ടനവധി നഗരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപ്പഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകിയ ആദ്യ വേഷം. 1974 മുതൽ 1980 വരെ കേവലം 6 വർഷങ്ങൾ കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രമുൾപ്പെടെ 116 ചിത്രങ്ങളിൽ ജയൻ വേഷമിട്ടു. ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ ജയന്റെ മുദ്ര പതിച്ച 90% ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടിയായിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ബാനറിൽ IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. 2011-ൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ജയനെ പുനർനിർമ്മിച്ചവതരിപ്പിച്ച അവതാരം എന്ന ചിത്രത്തിൽ നായകനായി അവതരിപ്പിക്കുകയുണ്ടായി. പ്രേക്ഷകരിൽ ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ചാരിത്രിക പ്രതീകമാണ് ജയൻ. പൗരുഷത്തിന്റെയും
സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയനു മാത്രം സാധ്യമായ അപൂർവതയാണ്. ജയന്റെ മരണം മലയാള സിനിമയിലും ആരാധക മനസ്സുകളിലും വലിയ സങ്കടം സൃഷ്ടിച്ചു. മരണശേഷം അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഒട്ടനവധി നഗരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ ആരാധക ഹൃദയങ്ങളിൽ ജയനെ തോൽപ്പിക്കാൻ മരണത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. ജയൻ ഒരു നടനല്ല, ഒരു കാലഘട്ടമാണ്. സ്ക്രിപ്റ്റ് ആൻഡ് ആശയം റഷീദ് തൊഴിയൂർ. നിർമ്മാണം ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വീഡിയോകൾക്കായി പിന്തുടരൂ.